നമസ്കാരം, ദീപ്തീസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചുരക്കയും ഉണക്കച്ചെമ്മീനും കൂടി ചേർത്തൊരു കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. എല്ലാവരും കാണണം കേട്ടോ. ചുരക്കയും ഉണക്കച്ചെമ്മീനും കറി വയ്ക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ സവോള ചെറിയ കഷ്ണങ്ങളാക്കിയത് അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് മൂത്ത് വരുന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ചെറിയ ഉണക്കച്ചെമ്മീനാണ്, അത് ഞാൻ കഴുകി വൃത്തിയാക്കിയതാണ്. ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇത് നന്നായി ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. ഈ ചുരക്കയും ചെമ്മീനും കറി വയ്ക്കുമ്പോൾ കുറച്ച് ഉണക്കച്ചെമ്മീൻ അരപ്പ് തയ്യാറാക്കുന്നതിൽ കൂടെ ചേർത്ത് അരച്ചാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചുരക്ക, തക്കാളി എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ചുരക്കയും തക്കാളിയും ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം 1 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരവും കുറച്ച് പെരുംജീരകവും 1/4 ടീസ്പൂൺ പെരുംജീരകവും 2 ചെറിയ ഉള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. ഇത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ചെമ്മീനും കൂടി ചേർത്തിട്ടുണ്ട്, ഉണക്കച്ചെമ്മീനും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അരയ്ക്കുമ്പോൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഒരുപാട് സമയം ഇളക്കരുത് കേട്ടോ. ഒരുപാട് സമയം ഇളക്കരുതെന്നല്ല, ഒരുപാട് സമയം തിളപ്പിക്കരുത്. ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ചട്ടി ഓൾറെഡി ചൂടുള്ളതാണ്, അതുകൊണ്ട് ഇത് അതിലിരുന്ന് തന്നെ വേവും. ഇങ്ങനെ ചെറുതായി തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലിട്ടിട്ട് ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് മൂപ്പിച്ചിടാനാണ്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ചെമ്മീനും ചുരക്കയും കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉണക്കച്ചെമ്മീനും ചുരക്കയും ചേർത്ത് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.